നമുക്കറിയാം സെമസ്റ്ററൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. അതുവരെ ആനുവൽ സ്കീമായിരുന്നു. ഈ സെമസ്റ്ററൈസേഷനിലൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾ നമ്മൾ മനസ്സിലാക്കണം, 6 മാസമാണ് ഒരു സെമസ്റ്റർ അവർ പറയുന്നത്. പക്ഷെ ഈ 6 മാസം എന്ന് പറയുമ്പോൾ ഒരു 3 മാസത്തിൽ തികച്ചു കിട്ടുന്ന ഏതെങ്കിലും ക്യാമ്പസ് ഉണ്ടോ നിങ്ങൾക്കറിയാവോ? ഈ 3-4 മാസം മാത്രം പഠിപ്പിച്ചിട്ട് 1 വർഷം പഠിക്കാനുള്ള ഒരു ഭണ്ഡാകാരം എടുത്ത് പരീക്ഷ എഴുതാൻ പോവാണ്. അതിന്റെ പുറത്ത് ഇന്റേണൽ അസസ്മെന്റ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ് നമ്മളെ ഇട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിസ്റ്റം NEP എന്ന് പറയുന്ന പുതിയൊരു പാഠ്യപദ്ധതി കൊണ്ടുവന്നു. ഈ കേരളത്തിലും ഇന്ത്യയിലും NEP എന്നുള്ള പദ്ധതി കൊണ്ടുവന്നു. അതിനാൽ സംഘപരിവാറിന്റെ വൽക്കരണമുണ്ട്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയാണ്. സാധാരണക്കാരന് വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുപോവാണ്. സംഘപരിവാറിന്റെ അജണ്ട അതിനകത്ത് കടത്തിവിടാൻ നോക്കും. നമുക്കറിയാം, NCERT പാഠപുസ്തകങ്ങളിൽ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ അവരെടുത്തു കളഞ്ഞൊരു കാര്യമുണ്ട്. അത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തമാണ്. ഈ പരിണാമ സിദ്ധാന്തം ഇല്ലാതെ നിങ്ങൾ ഒന്ന് ആലോചിക്കുക, എന്തിനാണ് പിന്നെ ബയോളജി പഠിക്കുന്നത്? ഈ ബേസിക് ആണ്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയിൽ പരിണാമ സിദ്ധാന്തം വഹിച്ച ഒരു പങ്കുണ്ട്. അത് മനസ്സിലാക്കാതെ ആ ബേസ് എടുത്തവർ കളയുകയാണ്. കെമിസ്ട്രിയിൽ നിന്ന് പീരിയോഡിക് ടേബിൾ എടുത്ത് കളയാണ്. ഈ പീരിയോഡിക് ടേബിൾ എടുത്ത് കളഞ്ഞാൽ പിന്നെ എന്തിനാണ് കെമിസ്ട്രി പഠിക്കുന്നത്? ഇതിനേക്കാൾ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാനൊരു ഹിസ്റ്ററി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഹിസ്റ്ററി സിലബസിൽ 3 ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞ പല സെക്ഷൻ പഠിക്കും. അതിന് മിഡീവൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് മുഗൾ കാലഘട്ടം. ഈ മുഗൾ കാലം എടുത്ത് കളയുകയാണ്. എന്ന് വെച്ചാൽ എത്രയോ വർഷത്തെ ചരിത്രം എടുത്തു കളഞ്ഞ് അവര് ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികളെ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ എടുത്ത് മാറ്റുകയാണ്. പല സംസ്ഥാനങ്ങൾ നമ്മൾ കേട്ടാണ്